ഹൈ ഓൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചൻ ആൻഡ് ഹാമിൽട്ടൺ ഫോർമുലേഷൻ എന്നുള്ള നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ജസ്റ്റ് ലഗ്രാഞ്ചൻ പറഞ്ഞു, ഹാമിൽട്ടൺസ് ഇക്വേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആ മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കെപ്ലേഴ്സ് ലോസ് ആണ്. അപ്പോൾ 3 കെപ്ലേഴ്സ് ലോ ഉണ്ട്. അതായത് കെപ്ലർ 3 ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിസിക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിലെ ഫസ്റ്റ് ലോ ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഓർബിറ്റ്, ദെൻ ലോ ഓഫ് ഏരിയസ് ആൻഡ് ലോ ഓഫ് പീരിയഡ്. ലോ ഓഫ് ഓർബിറ്റ് എന്താ പറയുന്നത്, പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ sun in an elliptical format and sun is situated at the one of the foci. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ലോ ഓഫ് ഏരിയസ് പറയുന്നത് എന്താണ്, ദ റേഡിയൽ വെക്റ്റർ സ്വൈപ്സ് ദ ഏരിയ അണ്ടർ ദ 2 റേഡിയൽ വെക്റ്റർ അറ്റ് ഇൻ്റർവൽ ഓഫ് ടൈം വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് നമ്മളിങ്ങനെ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുമ്പം ഒരു പോയിന്റിലുള്ള റേഡിയൽ വെക്റ്റർ, ഫോസിലേക്കുള്ള റേഡിയൽ വെക്റ്ററും നെക്സ്റ്റ് വേറൊരു ടൈമിലുള്ളത് വരച്ചാൽ അത് ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഏരിയൽ വെക്റ്റർ, അതേ സെയിം ഇൻ്റർവെൽ നമ്മൾ വേറൊരു റീജിയനിൽ എടുത്താൽ അതും എന്തായിരിക്കും, ഇസ് എ കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് ലോ ഓഫ് പീരീഡ് പറയുന്നത് ദ പീരീഡ് മീൻസ് ആ കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം. ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. എലിപ്സിൻ്റെ സെമി മേജർ ആക്സിസ് which is represented as the small letter a, that is t square is proportional to a cube. അപ്പം നമ്മൾ ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം കെപ്ലേഴ്സ് പ്രോബ്ലം ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലെങ്കിൽ സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം പറഞ്ഞാൽ ഫിസിക്സിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ സ്ക്വയർ വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ. അപ്പോൾ നമ്മൾ ഇതിൽ സോൾവ് ചെയ്യാം, മീൻസ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ 6 കണ്ടുപിടിക്കാം. ഇതിൽ 6 കണ്ടുപിടിക്കാം. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ് നോക്കിയാൽ അറിയാം, ഇത് 3ാമത്തെ ചാപ്റ്ററിലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ, ബാധ്യാൻ്റെ ടെക്സ്റ്റിൽ, കോഡ്സിൻ്റെ ടെക്സ്റ്റിൽ 3rd ചാപ്റ്ററിൽ 3.7 എന്നുള്ള ഒരു സെക്ഷനാണെന്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള സെക്ഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു കംപ്ലീറ്റ് ഒരു അണ്ടർസ്റ്റാൻഡില്ല. നമുക്ക് ഏതായാലും സിലബസ് കവർ ചെയ്യുന്ന തിരക്കിൽ അത് മുഴുവൻ എടുക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുതരും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറച്ച് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ അതിലെ ഫസ്റ്റ് ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് ഓർബിറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, നേരത്തെ മീൻസ് നമ്മളല്ല, ഈ ടെക്സ്റ്റിൻ്റെ മുൻഭാഗത്ത് ഫസ്റ്റ് ഭാഗത്തായിട്ട് ഡിസ്കസ് ചെയ്ത ആൻ ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഡാഷ് മൈനസ് ഇൻ്റഗ്രൽ u0 ടു u du ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2me ബൈ എൽ സ്ക്വയർ പ്ലസ് 2mku ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ മൈനസ് u സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇതിൽ ഓരോ നോക്കാം. അപ്പം യു എന്ന് പറഞ്ഞാൽ എന്താണ്, 1/r. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ യു അങ്ങനെ വെച്ച് സോൾവ് ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. അപ്പോൾ യു is equal to 1/r എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുത്തിരുന്നത്. അത് വെച്ചാണ് ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് കിട്ടി. എൻ ഈസ് ദ ടോട്ടൽ എനർജി, എൽ ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം, ദെൻ തീറ്റയും തീറ്റ ഡാഷും പറഞ്ഞാൽ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ആൻഡ് തീറ്റ ഡാഷ് ഈസ് എ ലൈക്ക് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വിച്ച് ഈസ് ദ വൺ ഓഫ് ദ ടേണിംഗ് പോയിൻറ്റ്. ദെൻ ഇ എന്താ പറഞ്ഞു, ആംഗുലാർ മൊമെൻറ്റം, എം ഈസ് ദ മാസ്, ദെൻ കെ ഇവിടെ വരുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ദെൻ യു പറഞ്ഞ 1/r. അപ്പോൾ ഓരോ ടേമും പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ ഓഫ് ഓർബിറ്റിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഈ ഒരു ഇക്വേഷൻ 2 ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലിൻ്റെ ഫോമായിട്ടുള്ള ഞാൻ പറഞ്ഞത് ആ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ഫോമായിട്ടാണ് സിമിലാർ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ഗാമ എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ, ഈ ഒരു ഇൻ്റഗ്രൽ ഇവിടെ du ആണ് പാരാമീറ്റർ, ഇവിടെ x ആണ് എന്നുള്ള ഡിഫറൻസ് ഇല്ല. അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. അതിൻ്റെ സൊല്യൂഷൻ വിച്ച് ഈസ് ഗിവൺ ആസ് 1/√ ഓഫ് മൈനസ് ഗാമ ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് ബീറ്റ പ്ലസ് 2 ഗാമ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ക്യൂ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ 2ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, വെർ ക്യൂ ഈസ് ദ ബീറ്റ സ്ക്വയർ മൈനസ് 4 ആൽഫ ഗാമ. ഈ 2ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടേമും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോയിട്ട് യു ഈക്വൽ ടു എന്ത് കിട്ടും, എക്സ് കിട്ടും. ദെൻ ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടി, ഫസ്റ്റ് ടേം റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് ടേം 2me ബൈ എൽ സ്ക്വയർ ആൻഡ് ബീറ്റ ഈക്വൽ ടു 2mk ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ആൻഡ് ഗാമ ഈക്വൽ ടു എന്ത് കിട്ടും, -1. അപ്പം അത് നമുക്ക് നേരിട്ട് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് റൂട്ട് ക്യൂ കാണാം. ക്യൂ ഈക്വൽ ടു എന്തായിരുന്നു, ബീറ്റ സ്ക്വയർ മൈനസ് 4 ആൽഫ ഗാമ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂ ഈക്വൽ ടു 4m² k²
divided by L raised to 4 minus 4 into 2me by L square into minus 1. ഈ മൈനസും പ്ലസ് ആവും, 4ഉം 4ഉം 8 ആവും. ദെൻ വി ഗെറ്റ് 4m square k square by L square plus 8me divided by L square. ഇതിൽ നിന്ന് 2mk by L square എന്ത് ചെയ്യാം, കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഇതെന്താണ്, 2mk by L square ഹോൾ സ്ക്വയർ അല്ലേ. ആ ഒരു ടേം കോൺസ്റ്റൻ്റ് ആയി പുറത്തെടുത്താൽ എന്ത് കിട്ടും, ഫസ്റ്റ് ടേം 1 ആവും. സെക്കൻഡ് ടേമിൽ ചെറിയ റീഅറേഞ്ച് ചെയ്താൽ വി ഗെറ്റ് 1 plus 2el square by mk square. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇക്വേഷൻ 2 ബിക്കംസ്, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് എന്താവും, തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഡാഷ് മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ്, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. മൈനസ് ഇവിടെ എഴുതി, മൈനസ് 2mk by L square മൈനസ് 2u ഡിവൈഡഡ് ബൈ 2mk by L square ഇൻറ്റു, അത് റൂട്ട് ക്യൂ ആണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പം 2mk by L square ഹോൾ സ്ക്വയറിൻ്റെ ആ റൂട്ട് എന്ത് ചെയ്യും, ക്യാൻസലാവും. 2mk by L square ഇൻറ്റു റൂട്ട് ഓഫ് 1 plus 2l square by mk square. റൂട്ട് കാണിക്കാൻ ഞാൻ ഇവിടെ ഹാഫ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അഗൈൻ ഈ ഒരു ടേമൊന്നും 2mk by L square ന്യൂമറേറ്ററിന് എടുത്താൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിനും 2mk by L square ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ റീഅറേഞ്ച്മെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഡാഷ് മൈനസ് കോസ് ഇൻവേഴ്സ്, മൈനസ് ഇവിടെ എഴുതി 2mk by L square ഇവിടെ നിന്ന് എടുത്താൽ 1 മൈനസ് ul square by mk. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടാവുക തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഡാഷ് മൈനസ് കോസ് ഇൻവേഴ്സ് മൈനസ് 1 മൈനസ് ul square by mk ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 plus 2el square. ഓക്കെ, അപ്പോൾ നമുക്ക് u is equal to എന്ത് കിട്ടും, ഈ ഒരു ഇക്വേഷൻ നമ്മളെ എയിം എന്തായിരുന്നു, 6 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. 6 is equal to ഡിഫൈൻ ചെയ്തെന്താണ്, u is equal to 1/r. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യം u കണ്ടുപിടിക്കുക, എന്നിട്ട് 1/r മീൻസ് 6 കിട്ടും. അപ്പോൾ തീറ്റ is equal to ഈ ഒരു ഇക്വേഷനിൽ ജസ്റ്റ് ആദ്യം മൈനസ് ആ ഉള്ളിലേക്ക് എടുത്തു, ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് പൊട്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 4. ദാറ്റ് ഈസ് 4 എന്താണ്, തീറ്റ is equal to തീറ്റ ഡാഷ് മൈനസ് കോസ് ഇൻവേഴ്സ് L square u divided by mk minus 1 divided by root of 1 plus 2el square by mk square. അതിൽ നിന്ന് നമുക്ക് u കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തീറ്റ മൈനസ് തീറ്റ ഡാഷ് കണ്ടുപിടിച്ചു. തീറ്റ ഡാഷ് മൈനസ് തീറ്റയാണ് ചെയ്തത്, വിച്ച് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം വരും. ദാറ്റ് ഈസ് L square u minus 1 mk divided by root of 1 plus 2el square by mk square. u കോസിൻ്റെ ഉള്ളിലാണ്, സോ വി ഹാവ് ടു ടേക്കിംഗ് ദ cos of cos inverse becomes 1. that is cos of, ഇവിടെ തീറ്റ ഡാഷ് മൈനസ് തീറ്റ, ഇവിടെ തീറ്റ മൈനസ് തീറ്റ ഡാഷ് എഴുതിയാലും കുഴപ്പമില്ല. cos of മൈനസ് തീറ്റ is equal to തീറ്റ. അപ്പോൾ എന്ത് കിട്ടും, L square u by mk minus 1 root of 1 plus 2el square by mk square. ഈ ടേം ലെഫ്റ്റിലേക്ക് എടുത്താൽ റൂട്ട് ഓഫ് 1 plus 2el square by mk square cos of തീറ്റ മൈനസ് തീറ്റ ഡാഷ് L square u by mk minus 1 അല്ല, ഈ മൈനസ് 1 ഇങ്ങോട്ട് എടുത്താൽ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു L square u by mk, ഓർ വി ഗെറ്റ് u is equal to 1/r is equal to എന്ത് കിട്ടി, mk by L square 1 plus root of 2el square by mk square cos of തീറ്റ മൈനസ് തീറ്റ ഡാഷ് പൊട്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 5 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഫസ്റ്റ് ടൈം 6 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ 6 കണ്ടുപിടിച്ചു. ഈ 6നെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓർബിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമ്പർ 5 ഈസ് സിമിലർ ടു ഇക്വേഷൻ ഓഫ് കോണിക് സെക്ഷൻ. കോണിക് സെക്ഷനിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു സി ഓഫ് 1 plus c ഓഫ് കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ ഡാഷ്. അതിൽ ഓരോ ടേമിനെയും ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പ് കോണിക്സ് പറയുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്പർ 5 എന്താണ്, ഇക്വേഷൻ ഓഫ് കോണിക്സുമായിട്ട് എന്താണ് മാച്ച് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഇക്വേഷൻ 5 ഈസ് സിമിലർ ടു ദ ഇക്വേഷൻ ഓഫ് കോണിക്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് കോണിക്സിൽ മെയിനായിട്ട് നമ്മൾ 4 ഷേപ്പാണ്, സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള. ഈ 4 ഷേപ്പുമായിട്ട് ആ ഒരു ഇക്വേഷൻ നിങ്ങൾ +2 മാത്തമാറ്റിക്കലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷനും നമ്മൾ ആ ഷേപ്പുമായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. So the equation of conics as 1/r is equal to CE, means a constant of 1 plus E cos theta, where E is the eccentricity. E eccentricity equation 6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ we get the equation
for eccentricity E is equal to root of 1 plus 2e L square by mk square. അപ്പോൾ എക്സെൻട്രിസിറ്റിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് സർക്കിളാണോ എലിപ്സ് ആണോ പരാബോളാണോ ഹൈപ്പർബോൾ ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് മാത്തമാറ്റിക്കലിന് ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. വെൻ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ് സർക്കിളായിരുന്നു. ഈ ലെസ് ദാൻ 1 ആകുമ്പോൾ അത് എലിപ്സ് ആണ്. ഈ ഈക്വൽ ടു 1 ആകുമ്പോൾ അത് പാരാബോളാണ്. ഈ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഹൈപ്പർബോളാണ്. അപ്പോൾ ഈ ഓരോ കേസിലും വെൻ ഈ ഈസ് ഈക്വൽ ടു 0 മീൻസ് ഈ ടേം എന്തായിരിക്കണം 0. ദാറ്റ് ഈസ് 1 plus 2l square by mk square 0 ആവണമെങ്കിൽ ഈൻ്റെ വാല്യൂ എന്തായിരിക്കണം മൈനസ് mk square by 2l square. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ടോട്ടൽ ടേം എന്തായിരിക്കും 0. അപ്പം സർക്കിളിൻ്റെ കേസിൽ എനർജീൻ്റെ വാല്യൂ എന്തായിരിക്കും മൈനസ് mk square by 2l square. ദെൻ എലിപ്സിൻ്റെ കേസിൽ ഈ ലെസ് ദാൻ 1 ആയിരിക്കണം. ദാറ്റ് ഈസ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പം ഇത് നെഗറ്റീവ് ആണെങ്കിൽ ആംഗുലർ മൊമെൻ്റ് നെഗറ്റീവ് അല്ല, ദെൻ കോൺസ്റ്റൻറ്റ് നെഗറ്റീവ് അല്ല. സോ ഈൻ്റെ വാല്യൂ എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം. ഈ നെഗറ്റീവ് ആകുമ്പോൾ ഈ ടേം നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് അത് 1 മൈനസ് എന്നുള്ള ടേം വരും. സോ വിച്ച് ഈസ് ലെസ് ദാൻ 1 മൈനസ്. ഓക്കെ, ദെൻ ഈ ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ഈ ഒരു ടേം എന്തായിരിക്കണം 0. ദാറ്റ് ഈസ് പാരാബോളിൻ്റെ കേസിൽ ടോട്ടൽ എനർജി ഈ 0 ആയിരിക്കണം. വേറെ ടേം ഒന്നും ഇവിടെ 0 ആവാനില്ല കേട്ടോ, അതുകൊണ്ടാണ്. ദെൻ ഈ ഗ്രേറ്റർ ദാൻ 1 ഫോർ ദ കണ്ടീഷൻ ഫോർ ഹൈപ്പർബോള ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആസ് യൂഷ്വൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് കിട്ടും ഈസ് ദ വാല്യൂ എന്തായിരിക്കണം പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം ഓർ ഈ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ 4 കണ്ടീഷൻസ് നോക്കി. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് സർക്കുലർ ഓർബിറ്റിൻ്റെ കണ്ടീഷൻ നോക്കാം. അപ്പോൾ സർക്കുലാറിൻ്റെ കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു വിരിയൽ തിയറം പറഞ്ഞൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർ ദ സർക്കുലർ ഓർബിറ്റ് ഓർ വിരിയൽ തിയറം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നേരത്തെ സെക്ഷനിലുള്ളതാണ്, മീൻസ് ഈ 3.7 മുന്നുള്ള ഭാഗങ്ങളിലുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് വിരിയൽ തിയറം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ട്സിൽ നിന്ന് നിങ്ങൾ എഴുതുക. അത് പറയുന്ന അക്കോർഡിംഗ് ടു വിരിയൽ തിയറം ഈസ് ദ ടൈം ആവറേജ്ഡ് കൈനറ്റിക് എനർജി ആൻഡ് വിച്ച് ഈസ് ദ term known as the virial and is defined as the product of the force into our distance. അതായിരുന്നു എന്ത് വിരിയൽ തിയറം. അപ്പോൾ വിരിയൽ തിയറം അക്കോർഡിംഗ് ടു വിരിയൽ തിയറം അല്ലെങ്കിൽ ഫ്രം വിരിയൽ തിയറം പൊട്ടൻഷ്യൽ എനർജി വി ഈസ് ഇൻ ദ ഫോം ഓഫ് a ഇൻറ്റു r⁻n+1 ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോമാറ്റിലാണെങ്കിൽ അതിൻ്റെ ടൈം ആവറേജ്ഡ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും n+1/2 ഇൻറ്റു v ബാർ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു n+1/2 v. ഓക്കെ, നമ്മുടെ കേസിൽ v എന്താണ് -k/r. അപ്പോൾ v ഈസ് ഈക്വൽ ടു a r⁻n+1 ദാറ്റ് ഈസ് -k ഇൻറ്റു r⁻−1. ഓക്കെ, അപ്പോൾ ഈ r⁻−1 ഓർ n+1 ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് n+1 ഇസ് ഈക്വൽ ടു -1. ഈ ഒരു ഇക്വേഷനും ഇതും കമ്പയർ ചെയ്താൽ n+1 ഇസ് ഈക്വൽ ടു എന്താണ് -1 ദാറ്റ് ഈസ് n ഇസ് ഈക്വൽ ടു -2. അപ്പോൾ നമ്മൾ t കണ്ടുപിടിക്കുക. n-ന് -2 എന്ന് കൊടുക്കുമ്പോൾ -2 + 1/2 1 - 2 -v/2 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് ഈസ് t + v ദാറ്റ് ഈസ് -v/2 + v വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും v/2. അപ്പം ഈ കിട്ടിയാൽ നമ്മൾ ഇക്വേഷൻ 1-ൽ ഈസ് ഈക്വൽ ടു -k/2r0 ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇക്വേഷൻ 1-ൽ ഇക്വേഷൻ 1-ൽ നമുക്ക് എന്തായിരുന്നു വിച്ച് ഈസ് v is equal to ഇക്വേഷൻ 1 നമ്മൾ എഴുതിയിട്ടുണ്ട്. v is equal to -k/r. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി v/2 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് v എന്താണെന്ന് അറിയാം -k/r. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -k/2r0 വേർ r0 ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പം ഈ ഒരു കണ്ടീഷനും നമ്മൾ നേരത്തെ സർക്കിളിൻ്റെ കേസിൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി -mk²/2l² എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു ഇതാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാണ്ട് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് അടുത്തത് അത് നോക്കാം. ഈ r0 പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പം ആ രണ്ട് എനർജിയും സെയിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസിങ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ പറഞ്ഞൊരു ടേം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ കെപ്ലർ പ്രോബ്ലം ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് സണ്ണൊക്കെ എന്താണ് ഒരു 2 ബോഡി പ്രോബ്ലമാണ്. അപ്പം ഈ 2 ബോഡി പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് 2 ബോഡി പ്രോബ്ലം. അപ്പോൾ ഈ 2 ബോഡി പ്രോബ്ലം നമ്മൾ ഇക്വാലൻ്റ് 1 ബോഡി പ്രോബ്ലം ആക്കി മാറ്റുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ പേരാണ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ. ഫോർ കെപ്ലർ പ്രോബ്ലത്തിന് അതിൻ്റെ വാല്യൂ എന്താണ്
For Kepler problem, the effective value of effective potential is L square by 2 mr0 square. അതായത് നമ്മുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ എന്താണ്, അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് എ നോൺ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് മൈനസ് കെ ബൈ ആർ സീറോ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടി ഈ ഒരു എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ആഡ് ചെയ്താൽ ഈ കെപ്ലർ പ്രോബ്ലം നമ്മൾ ഇക്വലൻ വൺ ബോഡി പ്രോബ്ലം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. അപ്പം ഈ സെൻട്രൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈ കെപ്ലർ പ്രോബ്ലത്തിൻ്റെയൊക്കെ ഈ ഒരു വാല്യൂ എപ്പോഴും എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എപ്പോഴും L square by 2 mr0 square. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴും വൺ ബോഡി പ്രോബ്ലം ആക്കുമ്പോൾ നിങ്ങൾ വേഗം എഫക്റ്റീവ് പൊട്ടൻഷ്യൽ അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, വിച്ച് ഈസ് L square by 2 mr0 square. ഇനി ഇതിൽ R0 കണ്ടുപിടിക്കുക. R0 പറഞ്ഞാൽ മിനിമം പൊട്ടൻഷ്യൽ ഉള്ള കേസാണ്. അപ്പോൾ R0 കണ്ടുപിടിക്കുക മിനിമം ഫോർ മിനിമം പോയിൻറ്റ് ഡോ വി ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ഇക്വലൻ ടു 0. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/r ഡെറിവേറ്റീവ് മൈനസ് 1/r സ്ക്വയർ മൈനസും പ്ലസ് ആവും, ദാറ്റ് ഈസ് k ബൈ r0 സ്ക്വയർ. ദെൻ L square by 2m ഇൻറ്റു R0 സ്ക്വയർ ആകുമ്പോൾ R0 ക്യൂബ് വരും, ഇവിടെ മൈനസ് വരും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് R0 ഈക്വൽ ടു L square by mk. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ നമ്പർ നെക്സ്റ്റ് 8 അല്ലേ? ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. ഇനി ഈ ഇക്വേഷൻ നമ്പർ 8 നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 7 എന്തായിരുന്നു? ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ 2r0. അതിൽ നമുക്ക് R0 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ 2 ഇൻറ്റു R0 ഒക്കെ എന്ത് കൊടുത്തു? L square by mk. ദാറ്റ് ഈസ് സോൾവ് ചെയ്യുമ്പം വിച്ച് ഗെറ്റ് മൈനസ് mk സ്ക്വയർ ബൈ 2L square. ഇത് തന്നെയല്ല നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സർക്കുലർ ഓർബിറ്റിൻ്റെ കേസിലുള്ള എനർജി. ദാറ്റ് ഈസ് ആ ഒരു കേസിൽ എന്താണ്, എനർജി ഈസ് ദ കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ. അതിൻ്റെ എനർജി ഈസ് കറസ്പോണ്ട്സ് ടു മൈനസ് mk സ്ക്വയർ ബൈ 2L square. ഇനി നമുക്ക് എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കേസിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ്, അതിനൊരു മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ ഉണ്ട് എലിപ്സിന്. അപ്പം ഈ എലിപ്സിൻ്റെ കേസിൽ മേജർ ആക്സിസ് അതിൻ്റെ എനർജിയായിട്ട് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഇസ് എ ഫംഗ്ഷൻ ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് മേജർ ആക്സിസ്. ആൻഡ് ദ സെമി മേജർ ആക്സിസ് എന്താണ്, സെമി മേജർ ആക്സിസിനെ നമ്മൾ സ്മോൾ ലെറ്റർ എ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് ദ സെമി മേജർ ആക്സിസ് ഈസ് ദ സം ഓഫ് ദ ടു ആബ്സിഡൽ ഡിസ്റ്റൻസ് R1 R2. അതായത് ബൗണ്ടർ സിസ്റ്റത്തിൽ വരുന്ന രണ്ട് കേസ്, ഈ ഒരു രണ്ട് R1ൻ്റെയും R2ൻ്റെയും ഇടയിലാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഈ സിസ്റ്റം ബൗണ്ടഡ് ആവുള്ളൂ. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റിനാണ് എന്ത് പറയുന്നത്, ആബ്സിഡൽ ഡിസ്റ്റൻസ് R1 R2. ഫോർ എക്സാമ്പിൾ നമ്മൾ എലിപ്സ് വരയ്ക്കുക വെച്ചാൽ ഇത് R1 ഇത് R2. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ സെമി മേജർ ആക്സിസ് എന്താണ്, ഈ രണ്ട് R1 R2ൻ്റെ സമ്മിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓർ എ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് R1 പ്ലസ് R2 ഓർ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു എന്താണ് 2a. ദെൻ എന്താണ്, ഈ എലിപ്സിൻ്റെ ഈ ഒരു പോയിന്റ് R1 R2 പറഞ്ഞാൽ എന്താണ്, ടേണിംഗ് പോയിൻ്റാണ്. ഈ ഒരു പോയിന്റിലെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇവിടെ കൺസർവേഷൻ ഓഫ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ ആബ്സൈഡൽ ഡിസ്റ്റൻസിൽ അതിൻ്റെ റേഡിയൽ വെലോസിറ്റി 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഒരു സോഷ്യൽ റേഡിയൽ വെലോസിറ്റി 0 ആണ്. അവിടെ ഈ ഈസ് ദ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ടു പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. എഗെയിൻ നമുക്ക് വേറൊരു കാര്യം പറയാം, ഈ രണ്ട് പോയിൻ്റ് ആയിരിക്കും എന്ത്, ആ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ്. ഇക്വേഷൻ ഓഫ് ൻ്റെ റൂട്ടായിരിക്കും എന്ത്, R1 പ്ലസ് R2. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആ ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് നോക്കാം. R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു 2a ഓർ a ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു R1 പ്ലസ് R2. ദെൻ ടോട്ടൽ എനർജി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, മൈനസ് കെ ബൈ ആർ പ്ലസ് L square by 2 mr square or E plus K by R minus L square by 2 mr square is equal to 0. Then ഈ ഇക്വേഷന് R square വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ ഡിവൈഡഡ് വിത്ത് ടോട്ടൽ എനർജി വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കിട്ടും, വിച്ച് ഈസ് R square plus KR by E minus L square by 2me which is equal to 0 is in the form of a quadratic equation with the coefficient as A is equal to 1, B is equal to K by E and C is equal to minus L square by 2me.
ഓക്കെ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ഇതിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. R1 R2 ആണ് എന്ത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ്, അതിൻ്റെ സമ്മ്, അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിയാം. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സം ഓഫ് ദ റൂട്ട്സ് ഈക്വൽ ടു ഇക്വേഷൻ ആണ് -b/a, ദാറ്റ് ഈസ് R1 R2 ആണ് നമ്മുടെ റൂട്ട്സ്, ദാറ്റ് ഈസ് R1 + R2. ബീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a = 1 ആണ്, ദാറ്റ് ഈസ് b = -k/e എന്ന് വരും, ദാറ്റ് ഈസ് -k/e. ദെൻ R1 + R2 എന്താണെന്ന് അറിയാം, 2a. ഓർ അതിൽ നിന്ന് എന്ത് കിട്ടും, a = -k/2e. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 9. അതിലായിരുന്നു പറഞ്ഞിരുന്നത്, ആദ്യം പറഞ്ഞല്ലോ, എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെമി മേജർ ആക്സിസ്. ഓക്കെ. ഇനി ഈ ഒരു കേസിൻ്റെ തന്നെ സർക്കുലർ ലിമിറ്റിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എലിപ്സും സർക്കുലർ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്, എൻ്റെ വാല്യൂ 6 ആയിരിക്കും. 6 ആവുന്ന കേസിലാണ് എന്ത് സർക്കുലർ വരിക. അപ്പം നമ്മൾ ഇതിൻ്റെ സർക്കുലർ ലിമിറ്റ് കൺസിഡർ ചെയ്താൽ ദാറ്റ് ഈസ് a = R0 കിട്ടുമ്പോൾ e = എന്ത് കിട്ടും, -k/2r0. ഈ ഇക്വേഷനാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഇനി നമ്മൾ എക്സെൻട്രിസിറ്റി വെച്ചിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഇക്വേഷൻ 6 എന്ന് നമുക്കറിയാം, എക്സെൻട്രിസിറ്റി e = എന്താണ്, √1 + 2el²/mk². ഈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 1 + 2l²/mk². ഈ ഒരു ഇക്വേഷന് ഇക്വേഷൻ 9 e എന്ത് കിട്ടും, ഇതിങ്ങോട്ട് എടുത്താൽ -k/2a, ദാറ്റ് ഈസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ റീഅറേഞ്ച് ചെയ്താൽ ഈ k ക്യാൻസൽ ചെയ്യും, 2 ക്യാൻസൽ ചെയ്യും, ദാറ്റ് ഈസ് √1 - l²/amk ഓർ e²mk. എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് 3 ടൈം. a is the semi major axis mass m, then k is the corresponding constant. അപ്പോൾ അത് സ്ക്വയർ ചെയ്യുമ്പം e² = എന്ത് കിട്ടും, 1 - l²/mk ഓർ l²/mk = എന്ത് കിട്ടും, a × 1 - e². ഈ l²/mk നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് u = 1/r നമുക്ക് എന്താ കിട്ടിയത്, l²/mk × 1 + e cos of θ - ഇക്വേഷൻ 5 എന്താണ്, നമ്മൾ കോണിക്സിൻ്റെ ഇക്വേഷനാണ് കമ്പയർ ചെയ്തില്ലേ, ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് സോൾവ് ചെയ്തിട്ട്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതിന് കൊടുക്കുമ്പോൾ mk/l² ആയിരുന്നു അവിടെ, ഇവിടെ l²/mk ആണല്ലോ. അപ്പോൾ നമ്മൾ മാറി കൊടുത്ത് 1 / a × 1 - e², 1 + √1 + 2el²/mk² cos of θ - θ'. ഓർ അതിൽ നിന്ന് r = എന്ത് കിട്ടും, a × 1 - e², 1 + put it as e × cos of θ - θ'. put it as ഇക്വേഷൻ നമ്പർ 10. അതിൽ ഈ θ - θ' ആവുന്ന പോയിന്റിനാണ് നമ്മൾ R1 എന്നും θ - θ' π ആവുന്ന പോയിന്റിനെയാണ് എന്ത് R2 എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു, ഈ ഒരു പോയിന്റ് R1 ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് എന്ത് R2. ഈ ഫോസൈ സെൻട്രൽ ആവണമെന്നില്ലല്ലോ. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് R1 ഈ ഒരു ഇക്വേഷൻ 10 R1ഉം R2ഉം കൊടുക്കുക. ഇങ്ങനെ R1ന് എന്ത് എടുക്കും, θ - θ'0, ദാറ്റ് ഈസ് cos 0ന് വാല്യൂ കൊടുക്കുമ്പോൾ 1 വരും. ദെൻ θ - θ' π കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് cos π എന്താണ് -1. അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ 10 നമുക്ക് എന്ത് കിട്ടും, R1ഉം R2ഉം കിട്ടും. സോ R1 = സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, a × 1 - e² / 1 + c. ദാറ്റ് ഈസ് സോൾവ് ചെയ്യുമ്പം a² - b²ന് a + b × a - b എന്നുള്ള ഫോമിലാകുമ്പോൾ ഒരു 1 + c ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ a × 1 - c എന്ന് വരും, വിച്ച് ഈസ് ദ പെരിലിയൻ ഡിസ്റ്റൻസ് and is known as the perihelion distance. and R2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് θ - θ' π എന്ന് കൊടുക്കുമ്പോൾ we get R2 = a × 1 - e² / 1 - c. again a² - b² ഫോർമുല യൂസ് ചെയ്യുമ്പോൾ we get a × 1 + e, which is the aphelion distance. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 11 എന്ന് കൊടുക്കുക. ഈ രണ്ട് ഇക്വേഷനിലോ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ്, ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 2a എന്ന് കിട്ടും. ദെൻ R2 - R1 ചെയ്താൽ 2a എന്നും കിട്ടും. ആ ഒരു ഇക്വേഷൻ R1 ഈ രണ്ട് ഇക്വേഷനും e = എന്ത് കിട്ടും, R2 - R1 / R1 + R2. സോ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സെൻട്രിസിറ്റി = R2 - R1 / R1 + R2. ഓക്കെ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കുക, എലിപ്സിൻ്റെ ഒരു എക്സെൻട്രിസിറ്റി അതിൻ്റെ രണ്ട് ആക്സിസ് മേജർ ആക്സിസിനനുസരിച്ച് മാറും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്, അത് നോക്കാം. അപ്പം ഇതാണ് സെയിം
മേജർ ആക്സിസ് ആണുള്ളത്. പക്ഷെ അതിൻ്റെ എക്സെൻട്രിസിറ്റി എക്സെൻട്രിസിറ്റി 0 ആകുമ്പോൾ നമുക്ക് സർക്കിൾ കിട്ടും. ദെൻ എക്സെൻട്രിസിറ്റി മാറുന്നതിനനുസരിച്ച് നമുക്ക് എലിപ്സിൻ്റെ ആ ഒരു ഷേപ്പ് മാറി മാറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു റിലേഷൻ കിട്ടുന്ന ഇക്വേഷനാണ് നേരത്തെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എലിപ്സിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കാണിക്കാം. ദെൻ ഈ ഡാറ്റാസൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ മീൻസ് നമുക്ക് ഇതൊക്കെ കിട്ടിയത് എന്താണ്, എലിപ്സ് ആണെന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ആ പ്ലാനറ്റിൻ്റെ ഷേപ്പ് എന്ന് മോർ എവിഡൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യാം. അപ്പം വെലോസിറ്റി ഈ ഒരു കേസിൽ ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാവും, റേഡിയൽ വെലോസിറ്റി ഉണ്ടാവും, ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ റേഡിയൽ വെലോസിറ്റി v=vr പ്ലസ് v തീറ്റ ക്യാപ്. അപ്പോൾ നമുക്ക് vr എന്ന് പറഞ്ഞാൽ r ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു dr/dt നോക്കാം. ദെൻ v തീറ്റ പറഞ്ഞാൽ r തീറ്റ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു l/r mr. അതെങ്ങനെ വന്നത് നോക്കിയാൽ ജസ്റ്റ് p = mv എന്നുള്ള ഇക്വേഷൻ v = p/m എന്ന് കിട്ടും. ദെൻ l = mvr, അതിൽ നിന്ന് v = l/mr എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ. ദെൻ നമ്മൾ vr പറഞ്ഞാൽ എന്താണ്, dr/dt. ആറിൻ്റെ വാല്യൂ ഇക്വേഷൻ 10 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ മാത്രമേ തീറ്റ ഉള്ളൂ. അപ്പോൾ അവിടെ ഇത് ബാക്കി ടേംസൊക്കെ എന്താണ്, കോൺസ്റ്റൻറ്റ് -a × 1 - e² ഡിവൈഡഡ് ബൈ 1 + e cos of θ - θ' ഹോൾ സ്ക്വയർ. കാരണം 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. ഇൻറ്റു ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റൻ്റെ സൈൻ തീറ്റ മൈനസ് ഈ സൈൻ ഓഫ് θ - θ' ഇൻറ്റു θ ഡോട്ട്. ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് a × 1 - e² ഡിവൈഡഡ് ബൈ 1 - e cos of θ - θ' എന്നാൽ എന്താണ്, 6 ആണ്. ഇക്വേഷൻ 10 എന്ന് കിട്ടും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഈ ഒരു ടേമും ഇതിലെ സ്ക്വയറിലെ ഒരു ടേമും കൂടെ കൺസിഡർ ചെയ്ത് 6 കൊടുത്തു. ദെൻ ബാക്കി ഉണ്ടാവുക മൈനസും മൈനസും പ്ലസ് ആവും. 6 × e സൈൻ ഓഫ് θ - θ' ഇൻറ്റു θ ഡോട്ട് ഡിവൈഡഡ് ബൈ 1 + e cos of θ - θ'. ഓക്കെ, എഗെയിൻ വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയ 1 + e cos of θ - θ' വിച്ച് ഈസ് ഈക്വൽ ടു a × 1 - e²/r. ഓർ എന്താണ്, r is equal to a × 1 - e² ആ ഒരു ഇക്വേഷന് നമ്മൾ എന്ത് എടുക്കും, താഴെയുള്ള 1 + e cos of θ - θ' ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് vr is equal to എന്ത് കിട്ടും, എഗെയിൻ ഈ r മേലേക്ക് പോകുമ്പോൾ r² ഈ θ ഡോട്ട് സൈൻ θ - θ' a × 1 - e² എന്ന് കിട്ടും. സിമിലർലി നമ്മൾ ഈ ഒരു r² θ ഡോട്ടിനെ യൂസിങ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ആംഗുലാർ മൊമെൻറ്റം l is equal to mvr അല്ല, ദാറ്റ് ഈസ് m phi θ r. അപ്പോൾ ഒരു പോയിന്റിൽ mr² θ ഡോട്ട്. ഓക്കെ, v θ പറഞ്ഞാൽ എന്താണ്, r θ ഡോട്ട്. അപ്പോൾ v θ അറിയുമ്പോൾ r θ ഡോട്ട് കൊടുക്കുമ്പോൾ വി ഗെറ്റ് mr² θ ഡോട്ട്. എങ്ങനെ വരിക, m × r ഇവിടെ ഉണ്ട്, v θക്ക് നമുക്ക് r θ ഡോട്ട്, ദാറ്റ് ഈസ് mr² θ ഡോട്ട്. അപ്പോൾ അറ്റ് എ പോയിന്റ് എ എന്നുള്ളതിൽ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ma² θ ഡോട്ട് കിട്ടും. ഓർ r² θ ഡോട്ട് is equal to a² θ ഡോട്ട്. അപ്പോൾ ഇതിൽ r² θ ഡോട്ട് ഈസ് റീപ്ലേസ്ഡ് വിത്ത് a² θ ഡോട്ട്. ദെൻ ഒരു a ക്യാൻസൽ ചെയ്താൽ നമുക്ക് vr is equal to എന്ത് കിട്ടും, a θ ഡോട്ട് e സൈൻ ഓഫ് θ - θ' ഇൻറ്റു 1 - e² എന്ന് കിട്ടും. ഓക്കെ, ഈ a θ ഡോട്ട് ഈസ് ഡിനോട്ടഡ് വിത്ത് v0. r θ ഡോട്ട് v θ ആണെങ്കിൽ a θ ഡോട്ട് ഈസ് v0. ദെൻ vr is equal to e v0 സൈൻ θ - θ' ബൈ 1 - e². അപ്പോൾ vr/v0 എന്ത് കിട്ടും, ഈ സൈൻ vr/v0 is equal to e സൈൻ θ - θ' 1 - e². ഓക്കെ, അപ്പം vr/v0യും r/aയും തമ്മിലുള്ള ഒരു പ്ലോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് എക്സെൻട്രിസിറ്റി മാറുന്നതിനനുസരിച്ച് ആ ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ കിട്ടും. സിമിലർലി നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി ആയിട്ടുള്ള v θ വേഴ്സസ് v θ ഡിഫറെൻറ്റ് എക്സെൻട്രിസിറ്റി കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലോട്ടാണിത്. അപ്പോൾ ഇതല്ലേ പ്ലോട്ട്, ജസ്റ്റ് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പം ആ പ്ലോട്ട് നന്നായിട്ട് അത്യാവശ്യം ആ ഒരു വാരിയേഷൻ എങ്ങനെ വരുന്നത്, ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ ആ ടെക്സ്റ്റ് നോക്കിയിട്ട് ആ വാരിയേഷൻ എങ്ങനെ വരുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ പെരിഹീലിയൻ ഡിസ്റ്റൻസും അപ്പീലിയൻ ഡിസ്റ്റൻസും തമ്മിൽ കൊടുക്കുന്ന ഒരു പ്ലോട്ട് കണ്ടിട്ടുണ്ട്. ആ ഓരോ പോയിന്റിലും അത് മാറുന്നതിനനുസരിച്ച് അപ്പീലിയനും പെരിഹീലിയനും തമ്മിലുള്ള ആ ഡിഫറൻസും കൂടെ നോക്കി വെക്കുക. അപ്പോൾ കെപ്ലസിൻ്റെ ആ ഫസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് വലിയ ഡെറിവേഷനാണ്. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആവുക, ടെക്സ്റ്റ് കൂടെ നന്നായിട്ട് വായിക്കുക. ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.